വെള്ളത്തിൽ വന്നതാ, കണ്ടീഷൻ ആയിരുന്നു. പിന്നെ CPU റീബോൾ ചെയ്ത് വെച്ച് ഓണായി വന്ന ഫോണാണ്. ഞാൻ ബേസ് ബാൻഡ് ചേഞ്ച് ചെയ്ത് നോക്കിയാണ്. ചേഞ്ച് ചെയ്ത് നോക്കണമെങ്കിൽ സെയിം കണ്ടീഷൻ തന്നെ നിൽക്കും. നീ വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കിനാ? വോൾട്ടേജ് മറ്റേ ഇത് ഹാർഡ്വെയർ സൊല്യൂഷനകത്തുള്ള വോൾട്ടേജ് സ്കീമാറ്റിക്സ് ആയിട്ട് അതിനകത്ത് ഇല്ല മോഡൽ. ഇല്ല. അതിന്റെ പവർ റേഞ്ച് വെച്ച് നോക്കി മറ്റു മോഡലിലൊന്നും ഇല്ല, അതിന് സ്കീമാറ്റിക്സ് ഒന്നും ഇല്ല. ഈ ഒരു മോഡലിന് ബിഗ് മാപ്പ് മാത്രമാണ്. ഐസി വേറെ മോഡൽ വരുന്നില്ല. അതിന്റെ ബിഗ് മാപ്പ് വെച്ച് നോക്കിയപ്പോ ഐസി വേറെ മോഡൽ വരുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ബിഗ് മാപ്പ് വെച്ച് നോക്കിയപ്പോഴേ മറ്റേ 5G സെറ്റിനകത്ത് ഒരു ചെറിയൊരു PIC ഇരിപ്പുണ്ട്, അതിനകത്തോട്ടുള്ള 2 കണക്ഷൻ മിസ്സിംഗ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ബേസ് ബാൻഡ് എണ്ണവും വരുമോ? അത് ഏത് കണക്ഷൻ ആണെന്നറിയോ? മറ്റേ ഇത് ഹാർഡ്വെയർ സൊല്യൂഷനകത്ത് കൊടുത്തിരിപ്പുണ്ട് കണക്ഷൻ. ചിലപ്പോൾ മെയിൻ ആവശ്യമുള്ള ലൈനാണെങ്കിൽ അണ്ണോണ് വരും. പക്ഷെ അതൊരു ഡൗട്ട് ഉണ്ട്, കാരണം 2 ബിഗ് മാപ്പ് എടുത്ത് വെച്ച് നോക്കി. ഈ മോഡലിനകത്ത് ബിഗ് മാപ്പ് ഇല്ലാത്തതുകൊണ്ട് വേറെ 2 മോഡൽ വെച്ചത്. ചിലതിനകത്ത് ലെൻസ് വരുന്നത് ഈ ബോർഡിനകത്ത് കണക്ഷനിലേക്ക് കാണാം. അതുകൊണ്ട് ഡൗട്ട് ഉണ്ട്, തിരിഞ്ഞും ഇതായിട്ട് വരുന്നുണ്ട്. സെറ്റ് കയ്യിലുണ്ടോ? മറ്റേ സെറ്റ് ഷോപ്പിൽ ഇരിപ്പുണ്ട്, ഞാൻ പോയിട്ടില്ല. നാളെ വരുമ്പോ ഒന്ന് എടുത്തോ. നാളെ ഇല്ല, ഇനി തിങ്കളാഴ്ച. ഓക്കെ ഓക്കെ നസീറ പറഞ്ഞോ അന്നിണ്ട്. എന്റെ വോയിസ് ക്ലിയർ അല്ലല്ലോ നെറ്റ്. അത് എക്സ്ട്രാ മറ്റേ കമ്പി ഇങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ട് ചെയ്യാൻ പറ്റോ? ഇല്ല. അല്ല, ഞാൻ ഷിനോവിനെ വിളിച്ച്. ഷിനോ പറഞ്ഞ അങ്ങനത്തെ കംപ്ലൈന്റ് കിട്ടിട്ട് ഞാൻ എക്സ്ട്രാ മറ്റേ ജമ്പർ വയർ ഒന്ന് റൊട്ടേറ്റ് ആക്കിയിട്ട് ഇങ്ങനെ കണക്ഷൻ കൊടുക്കലാണ്. അവ വെച്ചോക്ക് കിട്ടിയാന്നിട്ട് ഞാൻ നോക്കിട്ട് അതിന്റെ അടുക്ക് ചെറിയൊരു തിരക്കാണ് പോവാൻ ഇങ്ങനെ. അവ ഇന്ന് ജിമ്മിനൊന്നും പോകുന്നില്ല, സമയമായല്ലോ. മറ്റേ സാറെങ്ങനെ ഇത് കണ്ടുപിടിച്ചിനെ? ഏതെ ജിമ്മിന്? നമ്മളെ ജിമ്മ തന്നെ, ഏത് സമയത്തും നമുക്ക് മാത്രമേ ഇല്ലല്ലോ. വെറുതെ കേറി നോക്കിയ സാറിന്റെ ക്ലാസ്സിൽ. സാർ ഇപ്പൊ നേരത്തെ കണ്ടുപിടിച്ചിട്ടേ അത് IC എങ്ങനെ കണ്ടുപിടിച്ചത്? ഞാൻ നോക്കിട്ട് സാറിന് ഇട്ടെന്ന് ഞാൻ എന്റെ ഫോട്ടോ. അത് ഇതിലുണ്ടല്ലോടാ, ആ മോഡല് അതിന്റെ ബോർണോന്റെ അകത്തുണ്ടല്ലോ. ലേഔട്ട് അല്ല, ബോർണോന്റെ അകത്ത് നമ്മളാ കോമോണ നെയിമിലുണ്ട്. കോമോണ നെയിമില്ലേ, കോമോണൻസ് നെയിമിന്റെ അകത്തുണ്ട്. അത് ഞാൻ അടിച്ചു നോക്കി, അന്നേരം വരുന്നില്ല. ഉണ്ടല്ലോ. ഞാൻ അടിച്ചു നോക്കി, നോക്കി നോക്ക. ഏത് അടിക്കണ്ടേ? U600 അങ്ങനെ അടിക്കണ്ടേ? അല്ലല്ല, നീ ജസ്റ്റ് ഇത് കോമണൻസ് നെയിം അടിക്കുന്ന സമയത്ത് തന്നെ അതിൽ ഏത് IC എന്നുള്ളത് കാണിച്ചു തരും. IC നമ്പർ കാണിച്ചു തരും. IC നമ്പർ നമ്മുടെ ലേഔട്ടിന്റെ U600. ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാ ഇപ്പോൾ കാണിച്ചു തരാം. ബോർണിയോ സ്ക്രീന് ഓക്കെ കാണുന്നുണ്ടോ? ഷെയർ ആട്ടെ. എന്താ അത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രമല്ല, പിന്നെ പെട്ടെന്ന് റെഡി ആവുന്നുണ്ടല്ലോ. നീ കാരണം എനിക്ക് ക്ലാസ് ഡെയിലി വരുന്നുണ്ടല്ലോ നീ. ഇതില് നമ്മളെ സാംസങ് എടുക്ക, മോഡല് 135 അല്ലേ? 135 എടുക്ക.
ഇതിൽ ഹാർഡ്വെയർ സൊല്യൂഷൻ എടുക്കുക. ഇതിനകത്ത് കോമ്പോണൻറ്റ് നെയിം അടിച്ചു കൊടുക്കുക. അത് കണ്ടില്ലേ? അതടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ഐസിൻ്റെ നമ്പർ കാണിച്ചു തരും. ഇതിൽ ഇതാണ് IC അതല്ലേ? ഞാൻ പോയാ നസീർ? ആണോ? ഇത് കണ്ടില്ലേ? അതല്ല, ഇങ്ങോട്ട് വരുമ്പോൾ IC നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ ഉള്ള എല്ലാ കോമ്പോണൻസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ICൻ്റെ. അതാ ഇത് നമ്മളെ ഇത് eMMC CPU എക്സിനോസ് 850 ODICൻ്റെ നമ്പർ, എല്ലാത്തിൻ്റെ നമ്പേഴ്സ് ഉണ്ട്. ഹാർഡ്വെയർ സെക്ഷനിൽ കോമ്പോണൻസ് നെയിം COMP നെയിം. അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത് ഇവിടെ വന്നിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏതൊക്കെ മോഡൽ ഉണ്ട് എന്നുള്ളത്. സെയിം IC. നീ ഷിനോബ് പറഞ്ഞ പോലെ ചെയ്ത് നോക്ക്. ഞാൻ ചെയ്ത് നോക്കിയിട്ടാ. ഞങ്ങൾ ചെയ്ത് നോക്ക്, സക്സസ് ആണ് നോക്ക്. പിന്നെ തിങ്കളാഴ്ച വരും, ശനിയാഴ്ച ഇല്ല. കസ്റ്റമർ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ചെയ്യടാ. ഡിസ്പ്ലേ മാറ്റി നോക്കിട്ടാ? അപ്പൊ എന്തായാലും അതല്ല കോയില. ഞങ്ങൾക്ക് ഒരുപാട് സാധനം കിട്ടിയതായത്. ഞാൻ ഇതിന്റെ ഇടയിൽ ഒരാഴ്ച മുമ്പ് ചെയ്ത് കൊടുത്ത സെറ്റാ. കസ്റ്റമർ സെയിം ബോർഡ് കൊണ്ട് തന്നു. ഷോപ്പ് വർക്കായിരുന്നു, ഷോപ്പിൽ നിന്ന് കൊണ്ട് തന്ന് അത് ഞാൻ ചെയ്തു കൊടുത്തു. മോഡൽ കറക്റ്റ് ചെയ്ത് ഓർക്കുന്നില്ല, പക്ഷെ കംപ്ലൈന്റ് നീ പറഞ്ഞ സെയിം കംപ്ലൈന്റ്. ഞാൻ നോക്കി അധികം ആൾക്കാർ സൊല്യൂഷൻ ഈ ബൂസ്റ്റിംഗ് കോയിൽ മാറ്റുന്നതാണ്. പെട്ടെന്ന് മാറ്റിയായിട്ട് റെഡിയാണ്. ഞാൻ ഫസ്റ്റിൽ തന്നെ സാധാരണ ബൂസ്റ്റിംഗ് കോയിൽ മാറ്റിയതാണ്. അത് കാര്യമില്ല, കാരണം ഓരോ കോയിലിനും ഓരോ വാല്യൂ ഉണ്ട്. വാല്യൂ മാറുന്ന അനുസരിച്ചിട്ട് സെക്ഷൻ വർക്ക് ചെയ്യില്ല. കാരണം ഓരോ വോൾട്ടിനനുസരിച്ചിട്ടാണ് കോയിൽ കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ അവൻ പറഞ്ഞ പോലെ ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് നാളെ റിസൾട്ട് പറയാം. ഓക്കെ, ക്ലാസ്സിൽ വരുമ്പോൾ കൊണ്ടുപോവാ ചെയ്തിട്ട്. ആണോ? ഓക്കെ ശരിയാ. ശരി, നോക്കാം. ജിമ്മിന് പോ. പിന്നെ സിനാൻ എന്തായി? പറഞ്ഞോ ഷബീറ. എത്രയില്? നാൻഡ് നെറ്റും 19 തന്നെ. ചില സമയത്ത് മാറുന്നത് 34 സ്റ്റക്കാണ്, ചില സമയത്ത് 50 സ്റ്റക്കാണ്. സെറ്റ് DC ഓൺ ചെയ്തിട്ട് നാൻഡിലോട്ട് CPU വരുന്ന ഒരു റീസെറ്റ് ലൈൻ ഉണ്ട്. റീസെറ്റ് ലൈൻ, ആ ലൈൻ ഒന്ന് ചെക്ക് ചെയ്ത് 1.8 അത് കിട്ടുന്നുണ്ടോ നോക്ക്. അത് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ PCI പ്രോട്ടോകോൾ എന്ന് പറഞ്ഞിട്ടൊരു പ്രോട്ടോകോൾസ് ഉണ്ടാവും, ഒരു 4 കപ്പാസിറ്റർ ഉള്ളത്. ആ കപ്പാസിറ്റർ ചിലപ്പോൾ ഡാമേജ് ആയാലും ഈ പ്രശ്നം വരും. യെസ്. GR അല്ല, അവിടെ പ്രോട്ടോകോൾ വർക്ക് ചെയ്യണം. നിന്റെ കയ്യിൽ DSOയോ അല്ലെങ്കിൽ മറ്റേ ലോജിക് അനലൈസറോ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. നീ ആദ്യം ആ വോൾട്ടേജ് ആദ്യം ചെക്ക് ചെയ്ത് നോക്ക്. റീസെറ്റ് കണ്ടാ? റീസെറ്റ് കണ്ടാ? കാണിക്കണ?
11 അല്ല മോഡല്, ജസ്റ്റ് കാണിക്കും. ആ 11. 11. സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യട്ടെ, ഒരു മിനിറ്റ്. സ്ക്രീൻ കാണുന്നുണ്ടോ? ഇവിടെ നാൻഡ് കണ്ടോ? നാൻഡിന് ഈ ഒരു കണക്ടറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ടെസ്റ്റ് പോയിന്റ് ഉണ്ട് തല. AP2 നാൻഡ് റീസെറ്റ് എന്ന് പറഞ്ഞിട്ട് കണ്ട. അത് നാൻഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നാൻഡിൻ്റെ പാഡ് ഇതാ വരുന്നത് L4. അവിടെ റീസെറ്റ് പ്രോപ്പർ വരുന്നുണ്ടോ നോക്ക്. റീസെറ്റ് വരുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് പ്രോട്ടോകോൾ. അത് രണ്ടും ഓക്കെ ആണെങ്കിൽ നാൻഡിൻ്റെ ഇഷ്യൂ ആണ്. അതിലേതെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടെങ്കിൽ CPU റീബോൾ ചെയ്തിട്ടാൽ ആ ചെക്ക് ചെയ്യാൻ പറ്റും. ആ ശരിടാ. സിനാണ പറഞ്ഞോ. റെഡി ആയിട്ടാ? വരുന്നില്ല? 2 വോൾട്ടേജും വരുന്നില്ല. ഒന്നും വരുന്നില്ല. പാഡ് കൺഫേം ഓക്കെ ആണോ? ഉറപ്പാ? പിന്നെ പാഡ് ഓക്കെ ആണെങ്കിൽ ആ വോൾട്ടേജ് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പവർ ICയിലേക്ക് ഒരു ഇൻപുട്ട് വോൾട്ടേജ് വരുന്ന ലൈൻ ഉണ്ട്. LDO സെക്ഷൻ്റെ ഇൻപുട്ട് നോക്കിയാൽ മതി. LDO ഇൻപുട്ട് അറിയില്ലേ? LDO എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബക്ക് സെക്ഷനിൽ ഇൻപുട്ട് വരുന്നുണ്ട്. ആ ഇൻപുട്ട് കറക്റ്റ് വരുന്നുണ്ടോ നോക്ക്. സ്റ്റിമാറ്റിക് എടുത്ത് നോക്കിയാൽ പെട്ടെന്ന് കിട്ടും അത്. പാഡ് ഓക്കെ ആണെങ്കിൽ മാത്രം കേട്ടോ. പാഡിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല. ആണോ? പാഡിൻ്റെ വാല്യൂവിൽ ചെറിയ തോതിലുള്ള മാറ്റമൊന്നും ഇല്ലല്ലോ? അപ്പോൾ ആ ലൈൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഇൻപുട്ട് വരുന്ന ഔട്ട് കൊടുക്കുന്നതിൻ്റെ ഒരു ഇൻപുട്ട് ഉണ്ട്. ആ ഇൻപുട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ. ആ പറഞ്ഞു. ബോർഡ് ക്ലീൻ ആക്കിയിട്ട് നമ്മള് DCയിൽ നോക്കുമ്പോ ഒരു ആംബിയർ ഡിറ്റക്ട് ആവുന്നില്ല. എടുക്കുന്നില്ല. ഒന്നും ഡിറ്റക്ട് ആവുന്നില്ല. ഇല്ല. പക്ഷെ സംടൈം 8-9 ലീക്കേജ് കാണിക്കുന്നുണ്ട്. പവർ ഐസിന് ബോളി ആടിയിട്ടുണ്ടോ? തെർമല് നോക്കുമ്പോ പവർ ഐസിനെ പൊക്കി. തെർമല് നോക്കുമ്പോൾ പവർ ഐസിന് 8 ആവുന്നേ. റീബോൾ ചെയ്തിട്ടും സെയിം കണ്ടീഷനാ. ലീക്കേജ് ഉണ്ട്. എടോ ലെഡ് കയറി കുടുങ്ങിയിട്ടുണ്ട്. ലീക്കേജ് ആയതുകൊണ്ട് കിട്ടാൻ സാധ്യത കുറവാ. ഷോർട്ട് ആണെങ്കിൽ കിട്ടും. പിന്നെ വാല്യൂവിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ലെഡ് നമ്മളെ ഗ്ലൂ ഇല്ലേ, ഗ്ലൂവിൻ്റെ ഇടയിലെടെങ്കിലും കുടിക്കാം. ഗ്ലൂ മൊത്തം ക്ലീൻ ചെയ്ത് നോക്കിയാൽ ബോർഡിലുള്ള ഗ്ലൂ ഉണ്ടല്ലോ, നമ്മളെ ചെയ്ത ഭാഗത്ത് ഗ്ലൂ ഉണ്ടാവും. പവർ ഐസിൻ്റെ ആ ഭാഗത്തും CPUൻ്റെ ഭാഗത്തുള്ള ഗ്ലൂവിൻ്റെ ഇടയിൽ കയറിയിട്ടുണ്ടാവും, കാണില്ല. ഉള്ളിലടങ്ങ് കുടുങ്ങിയിട്ടുണ്ടാവും. ഏതെങ്കിലും ചെറിയൊരു പോയിന്റ് കുടുങ്ങിയാൽ മതി. ഇത് പറയാനുള്ള കാരണം ഇവിടെ ഇപ്പം ചെയ്യുന്ന എല്ലാവരും പ്രശ്നം അതാ. എല്ലാവരും CPU ചെയ്തിട്ടാകുമ്പോൾ ലീക്കേജ് വരുന്നത്. എവിടെയെങ്കിലും ലെഡ് കയറി കുടുങ്ങിയിട്ട് അത് നോക്കിയാൽ
പിന്നെ അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടാനുള്ള ഐഡിയ എന്ന് പറയുന്നത് പോയാ ഇല്ലില്ല. ഇത് ആരോ ഒരാളെ മൈക്ക് ഓണായിക്കിടക്കും. അക്കീം ഇത് പവർ ഐ സീറ്റാന്നൊരു പോയിന്റ് ഉണ്ടാവുമല്ലോ. ആ പോയിന്റ് ബിറ്റ് മാപ്പ് എടുത്തിട്ട് ആ പോയിന്റ് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ ലൈൻ ഏതിനുള്ളത് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതിന്റെ ഇന്നും ഔട്ടും പോകുന്ന ആ ട്രാക്ക് ആക്കി ചെയ്താൽ ആ ഓക്കെ. അവിടെ ഇൻപുട്ടും ഔട്ട്പുട്ട് ചെക്ക് ചെയ്താൽ മതി. ആ ലൈനിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈൻ ഉണ്ടാവും അവിടെ അടുത്ത് തന്നെ. അതിന്റെ ആ ചുറ്റുഭാഗത്ത് ഒരു ഇൻ ഉണ്ടാവും, ഒരു ഔട്ട് ഉണ്ടാവും. അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അക്കീം.